വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ഇപ്പൊ എന്താ ചെയ്യുന്നത്? നമ്മൾ ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് കേട്ടിട്ട് കുറച്ച് ദിവസമായി എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് കേട്ടിട്ട് കുറച്ച് ദിവസമായി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഡൊണാൾഡ് ട്രംപിന്റെ പല ചെയ്തികളും നമ്മുടെ മുമ്പിൽ എത്താറുണ്ട്. പിന്നെ ഡൊണാൾഡ് ട്രംപിന്റെ വില സമ്പൂർണ്ണമായിട്ട് ഇടിഞ്ഞു പോയിരിക്കുന്നത് കൊണ്ടും ഡൊണാൾഡ് ട്രംപിനെ അമേരിക്കയിലുള്ള ആൾക്കാർ തന്നെ വില വെക്കാത്തത് കൊണ്ട് നമ്മളത് ചർച്ചയാക്കുന്നില്ലെന്നേ ഉള്ളൂ. ആദ്യമൊക്കെ ഡൊണാൾഡ് ട്രംപ് ഇറങ്ങുമ്പോൾ നരേന്ദ്രമോദി തകർന്നു പോകും എന്നൊക്കെ പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഇപ്പോൾ കാര്യങ്ങൾ. നമ്മൾ എല്ലാ കാര്യങ്ങളും എടുത്ത് ചർച്ച ചെയ്തു. H1B വിസ മുതൽ ജനറിക് മെഡിസിൻസിന്റെ കാര്യങ്ങൾ വരെ നമ്മൾ ചർച്ച ചെയ്തു. എല്ലാ മേഖലയിലും വലിയ രീതിയിലുള്ള തിരിച്ചടി അമേരിക്കയ്ക്ക് നേരിട്ടു. അമേരിക്ക പൂട്ടി. ഇപ്പൊ കാണാം ഓഹരി വിപണിയിൽ നിന്നും 15 ട്രില്യൺ ഡോളർ, ട്രില്യൺ ആണോ ബില്യൺ ആണോ, ബില്യൺ ആണോ, $15 ബില്യൺ ഒറ്റയടിക്ക് ഒലിച്ചു പോയി എന്നുള്ള റിപ്പോർട്ടുകൾ വരെയാണ് ട്രംപിന്റെ നേരിടുന്ന തിരിച്ചടികൾ എത്തി നിൽക്കുന്നത്. അതിനിടയിൽ ട്രംപ് നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടി കോടതി തന്നെ, അമേരിക്കയുടെ കോടതി തന്നെ ട്രംപിനോട് പറയുന്നുണ്ട് ഈ സൈനിക വിന്യാസം സ്റ്റേറ്റുകളിൽ നടത്തരുത് എന്ന് പറയുന്നുണ്ട്. അത് മറികടന്ന് ട്രംപ് സൈനിക വിന്യാസം നടത്തുന്നുണ്ട്. ഇനി ഒരു കോടതി വിധി വരാനിരിപ്പുണ്ട്. അതായത് ഈ താരിഫിനെ സംബന്ധിച്ച കോടതി വിധിയാണ്. ഈ 6 മാസം കഴിയുമ്പോൾ ട്രംപിന് ഈ താരിഫ് പുതുക്കാനായിട്ട് പറ്റില്ല. ഇപ്പൊ 50% ഇന്ത്യക്ക് അടിച്ചു തന്നിരിക്കുന്ന താരിഫ് 6 മാസം കഴിയുമ്പോൾ ട്രംപിന് പുതുക്കാൻ പറ്റില്ല. അപ്പൊ ട്രംപ് അതിന് ഭരണഘടനയിൽ ഭേദഗതി വരുത്താനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. അപ്പൊ കോടതി ഇനി ആ വിധി വരും. കോടതി വിധി വരുമ്പോൾ കോടതി എന്താണ് പറയുന്നത് എന്നുള്ളതനുസരിച്ച് കൂടെ ഇരിക്കും ട്രംപിന്റെ ഭാവി. അതിനിടയിലാണ് ട്രംപ് ഒരു നല്ല പിള്ള ചമയാനുള്ള ഒരു സെറ്റപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നോബൽ സമ്മാനമൊക്കെ നേടി. പക്ഷേ നോബൽ സമ്മാനം നമ്മുടെ മരിയ കൊറീന മച്ചുഡാവോ നേടിക്കൊണ്ടുപോയി. അപ്പോ അതിനുശേഷം നമ്മൾ കേൾക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ മറിയ കൊറീന മച്ചുഡാവോയെ ട്രംപ് അഭിനന്ദിക്കുക മാത്രമല്ല ചെയ്തത്, നന്നായി എന്ന് ട്രംപ് പറഞ്ഞു. ഉള്ളിൽ നല്ല വിഷമമുണ്ട്. അതിനുശേഷം നമ്മൾ കേൾക്കുന്ന വാർത്ത ഇവർ ഹിറ്റ്ലറിന്റെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയിൽ നിന്ന് മുസ്ലിം സംഘടനകളുടെ പ്രതിഷേധം അവർക്കെതിരെ ഉണ്ടാകുന്നതാണ്. ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ട്രംപിന് അത് കിട്ടിയില്ല എന്നുള്ളതിന്റെ ഒരു കെറിവിപ്പുണ്ട്. അത് ട്രംപ് തീർത്തത് ഈ വഴിയാണെന്നാണ് ആൾക്കാരെല്ലാം പലരും പറയുന്നത്. അതൊന്നാമത്തെ കാര്യം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ട്രംപ് ഈ പീസ് സമ്മിറ്റ് നടത്തിയിരുന്നല്ലോ, നമ്മുടെ ഈജിപ്തിൽ അടക്കമുള്ള പീസ് സമ്മിറ്റ്. അപ്പൊ അവിടെ പല ആൾക്കാരും വന്നിരുന്നു. പല ആൾക്കാരും വന്ന കൂട്ടത്തിൽ പാകിസ്ഥാനും ഉണ്ടായിരുന്നു. അതിനുശേഷം ട്രംപ് ഇസ്രായേലിലേക്ക് പോയി. അപ്പൊ പാകിസ്ഥാനെ നിർത്തിക്കൊണ്ട് ട്രംപ് നടത്തിയ ഒരു പ്രസ്താവന ഇപ്പോൾ വളരെയധികം ചർച്ചയാവുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ അസാന്നിധ്യം അവിടെ വലിയ രീതിയിൽ ചർച്ചയായി. ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങൾ, എന്തുകൊണ്ട് മോദി വന്നില്ല എന്നുള്ളൊരു കാര്യം. അത് കഴിഞ്ഞ ദിവസം ബിജുചേട്ടൻ നമ്മളെ ചർച്ചയിൽ തന്നെ പറഞ്ഞിരുന്നു. കാരണം നമുക്കതിൽ പോകേണ്ട യാതൊരു ആവശ്യമില്ല. ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ ഇവിടെ തന്നെയുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ആ പ്രശ്നം കൂടെ എടുത്ത് തലവെക്കേണ്ട കാര്യം നമുക്കില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴോ ട്രംപ് കഴിഞ്ഞ ദിവസം ബിജുചേട്ടൻ ആ വിഷ്വല് കണ്ടോ എന്ന് എനിക്കറിയില്ല. ട്രംപ് ഇയാളെ പിറകെ നിർത്തിക്കൊണ്ട്, ഈ ഷഹബാസ് ഷെരീഫിനെ പിറകെ നിർത്തിക്കൊണ്ട് ട്രംപ് പറയുകയാണ്, കണ്ടല്ലോ അല്ലേ, അമേരിക്കയും നിങ്ങളും പാകിസ്ഥാനും ഇന്ത്യയും നൈസായിട്ട് ജീവിച്ചു പോകും, അവർ നല്ല സുഹൃത്തുക്കളാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ ട്രംപ് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഷഹബാസ് ഷെരീഫ് ഒരു 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 ഊള ചിരിച്ചിട്ട് യെസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അയ്യോ, എന്തൊരു വിനയമായിരുന്നു ഷഹബാസ് ഷെരീഫിന്റെ. അപ്പൊ അതിനുശേഷം ട്രംപ് പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്, ഇന്ത്യ അമേരിക്കയുടെ സഖ്യകക്ഷിയാണ് എന്നാണ് ട്രംപ് പറഞ്ഞത്. പാകിസ്ഥാനെ ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിക്കുമ്പോഴും ഇന്ത്യയിലെ നരേന്ദ്രമോദിയാണ് എന്റെ ഏറ്റവും വലിയ ഫ്രണ്ട് എന്നും ഇന്ത്യ എന്റെ സഖ്യകക്ഷിയാണ് എന്നൊക്കെ പറയുന്ന ഒരു രീതിയാണ് ട്രംപിനുള്ളത്. ഇപ്പൊ കാര്യങ്ങൾ വീണ്ടും മാറി മറിഞ്ഞു. ഇപ്പൊ നേരത്തെ ഇന്ത്യയുടെ മെക്കിട്ട് കുതിര കയറിക്കൊണ്ടിരുന്ന ചൈന വീണ്ടും രംഗപ്രവേശനം ചെയ്ത് ചൈനയ്ക്ക് 100+30 താരിഫ് അടിച്ചു കൊടുത്ത് ചൈന അമേരിക്കയെക്കാട്ടിലും ശക്തിപ്പെടുന്നു എന്നുള്ളൊരു ചിന്ത ട്രംപിനും, അമേരിക്കയെക്കാട്ടിലുമല്ല, കാരണം ചൈനയുടെ എക്സ്പോർട്ടാണ് 70% ഇപ്പോൾ അമേരിക്കയിലുള്ളത്. അതൊക്കെ നിർത്തിവെച്ച് കഴിഞ്ഞാൽ അമേരിക്ക കുത്തുവാള എടുക്കുമെന്ന് ട്രംപിന് മനസ്സിലായി. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ വീണ്ടും ചേർത്ത് പിടിക്കാനുള്ള ഒരു ശ്രമം ട്രംപ് നടത്തുന്നു എന്നുള്ള ഒരു സംസാരമുണ്ട്. പക്ഷെ ഇതുവരെ നരേന്ദ്രമോദി ട്രംപുമായിട്ട് സംസാരിക്കാനോ ട്രംപിന് മുഖം കൊടുക്കാനോ പോയിട്ടില്ല. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഇന്ത്യയെ ചേർത്ത് പിടിക്കാൻ ശ്രമം നടത്തുമ്പോൾ ട്രംപ് അത് എത്രത്തോളം ഫലപ്രദമാകും എന്ന് തോന്നുന്നു? ഇവിടെ കുറച്ചാൾക്ക് മുമ്പ് വരെ ഈ ട്രംപ് അനുകൂല മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് മോദി തകർന്നു, മോദി മുട്ടുമടക്കുന്നു. ഇപ്പോ ഇന്നലത്തെ ഒരു വാർത്ത, അവരുടെ US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസറ്റ് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. ഇന്ത്യ ഞങ്ങളുടെ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയാണ്, ഇന്ത്യയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അമേരിക്കയും ചേർന്ന് ചൈനയെ മുട്ടുകുത്തിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സംഭവം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, ഇന്ത്യ ഇല്ലാതെ ഈ ചൈനയെ മുട്ടുകുത്തിക്കുക എന്നുള്ളത് ഇനി അമേരിക്കയ്ക്ക് സ്വപ്നം പോലും കാണാൻ കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത് അമേരിക്കയ്ക്ക് അറിയാം, ട്രംപിന്റെ ആരാധകർക്ക് ഒരുപക്ഷെ അതറിയില്ലായിരിക്കാം. അതൊരു യാഥാർത്ഥ്യം. ഇത് നമ്മൾ പണ്ട് തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ്. ഇന്ത്യ ഇല്ലാതെ ഇനി ഈ ഏഷ്യയിൽ, നിലവിൽ യൂറോപ്പിലല്ല പറയുന്നത്, ഈ ഏഷ്യയിൽ ഒരു ചുക്കും നടക്കില്ല. അത് വേറൊരു കാര്യം. മിഡിൽ ഈസ്റ്റിലെ കഥയല്ല നമ്മൾ പറയുന്നത്.
അപ്പം ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തിൽ ഇപ്പോൾ അമേരിക്ക അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഈ US സ്റ്റേറ്റ് സെക്രട്ടറി സ്കോട്ട് ബെസറ്റിന്റെ വാക്കുകൾ. അദ്ദേഹം അത് പറയാനുള്ള കാരണം, കഴിഞ്ഞ ദിവസം ചൈന ഈ റെയർ മെറ്റൽസ് അമേരിക്കയിലേക്ക് കയറ്റി നിർത്തിയിരുന്നു. അതിനു മുമ്പ് വലിയൊരു പണി ചൈന കൊടുത്തു. പക്ഷെ അധികം മാധ്യമങ്ങൾ ആരും അത് ചർച്ച ചെയ്തില്ല. അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സോയാബീൻ ചൈന വേണ്ടെന്ന് വെച്ചു പൂർണ്ണമായിട്ട്. അങ്ങനെ ലോഡ് കണക്കിന് ഇല്ലെങ്കിൽ ടൺ കണക്കിന് സോയാബീൻ ഇപ്പോൾ അമേരിക്കയിൽ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് അവിടുത്തെ സോയാബീൻ കർഷകർ വലിയ ദുരിതത്തിലാണ് ഇപ്പോൾ. അത് ഇപ്പൊ ചൈന മറ്റു സ്ഥലങ്ങളിൽ നിന്നാണ് ഇപ്പോൾ സോയാബീൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നാ. അതിന്റെ പിന്നിൽ ഇന്നലെ ട്രംപ് പറഞ്ഞത്, ചൈനയ്ക്കെതിരെ ഞങ്ങൾ ഇനി അവരുടെ ഷിപ്പുകളൊക്കെ ഞങ്ങളുടെ തുറമുഖത്ത് വന്ന് അതിന് പ്രത്യേക ഫീസ്, അതിന് കൂട്ടും, ഇപ്പോൾ ഉള്ള ഫീസ് ഞങ്ങൾ കൂട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മർക്കട മുഷ്ടി കൊണ്ടാണ്. അപ്പം ഇതിനകത്ത് പുള്ളിക്ക് ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കാനില്ല. പിന്നെ അദ്ദേഹം പോകുന്നത് ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ പിടിച്ചുകൊണ്ടാണ്. അവരുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അവർക്ക് എത്ര പേർക്ക് ഈ ട്രംപിനോടൊപ്പം നിന്ന് പോകാനുള്ള ത്രാണിയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ അവിടെയാണ് ഇപ്പോൾ യുഎസിന്റെ ട്രഷറി സെക്രട്ടറി തന്നെ പറയുന്നു, ഇന്ത്യ ഞങ്ങളുടെ സഖ്യകക്ഷിയാണ്, ഞങ്ങളുടെ ഒപ്പം നിൽക്കും, ഞങ്ങളിപ്പോൾ ഉടനെ ചർച്ച നടത്തും ചൈനയെ പണിയാൻ ഇന്ത്യ ഞങ്ങളുടെ കൂടെ നിർത്താൻ. അതായത് താരിഫും ഒക്കെ അടിച്ചു തന്നിട്ട് ഇപ്പോഴും ഇവരുടെ ധാരണ മാറിയിട്ടില്ല. അതാണ് അവരുടെ ഒരു യാഥാർത്ഥ്യം. അതായത് ഈ താരിഫും കാര്യങ്ങളൊക്കെ അടിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പം ഞങ്ങൾക്ക് ഇനി അടുത്ത പണിക്ക് പോകുമ്പോൾ വീണ്ടും അവന്മാരെ വിളിക്കാം. ഒരു പണി എത്ര അവന്മാരെ ഇതിട്ടാലും അടിമകളെ കണക്ക് ഒരു രാജ്യമാണെന്നുള്ള ധാരണയിലാണ് ഈ അമേരിക്ക പോകുന്നത്. ഇതൊന്നുമല്ല. കാരണം ഇപ്പോൾ ഈ ചൈനയുമായിട്ടുള്ള സംഘർഷത്തെ തുടർന്ന് അമേരിക്കയുടെ മാത്രമല്ല ആഗോള സാമ്പത്തിക തകർച്ചയിലേക്ക് ചിലപ്പോൾ ഒരുപക്ഷെ പോയേക്കാം. കാരണം ഇതിന്റെ ഒരു ബിസിനസിന്റെ ഭൂരിഭാഗവും നിയന്ത്രിക്കുന്നത് സമ്പത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന അമേരിക്കൻ, രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ചൈനയും ഒക്കെ തന്നെയാണ്. ഇപ്പോൾ തന്നെ ഓഹരി വിപണികൾ പല രീതിയിൽ ഇടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ ഇന്ത്യയെ കൂട്ടിക്കെട്ടാനുള്ള ശ്രമം എവിടെയാണ് നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ റെയർ മെറ്റൽസിന്റെ കാര്യത്തിലാണ്. നമ്മൾ ഒന്നിച്ച് നിൽക്കണം. ഇല്ല, കാരണം ഈ ചൈന ഇപ്പോൾ ചിന്തിക്കുന്നത് വേറൊരു രീതിയാണ്. ചൈന ചിന്തിക്കുന്ന ഈ താരിഫും കുന്തമൊക്കെ വന്നു കഴിയുമ്പോൾ അവരുടെ ബിസിനസ് ഡള്ളാകും. അതായത് അവരുടെ സാമ്പത്തികമായ പുതുപ്പിനത്ത് തടയിടാൻ അല്ലെങ്കിൽ അതിനെ മന്ദീഭവിപ്പിക്കാൻ കഴിയും. അപ്പോൾ അവർ കരുതുന്നത് ഇവന്മാരും കുറച്ച് പണി കിട്ടട്ടെ, എല്ലാവർക്കും പണി കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി എല്ലാവരും സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോരും. പക്ഷെ IMFന്റെ കണക്ക് വരുന്നത് 2026 ഇന്ത്യയുടെ GDP വളർച്ച 6.6 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലോകത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ താഴ്ത്തു, പക്ഷെ 6.6 വരും. ചൈന ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെയർ മെറ്റൽസ് കൊടുത്തില്ലെങ്കിൽ ഇന്ത്യക്കും അമേരിക്കയ്ക്കും അടക്കം ലോകരാജ്യങ്ങൾക്കെല്ലാം ഈ ഇലക്ട്രിക്കൽ കാറ്, കാറ്റാടി യന്ത്രങ്ങൾ, ജെറ്റുകള്, ആയുധം ഇതൊന്നും നിർമ്മിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ വിറ്റ് പോകുന്ന രാജ്യങ്ങളെ സംബന്ധിച്ച് സാമ്പത്തിക നഷ്ടം വരും. അതായത് ഞാൻ മുമ്പ് പുട്ടിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പുട്ടിന് നിക്കക്കള്ള ഇല്ലാതെ വരുമ്പം ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ നാറ്റോയും വലിച്ച് യുദ്ധത്തിലേക്ക് വലിച്ചിടും. അതോടുകൂടി അവരുടെ സാമ്പത്തികം തീരും. ഇപ്പൊ ചൈന ഇത് കൊടുക്കാത്തടത്തോളം കാലം ഇത് പലരുടെയും, നമ്മുടെ ഇന്ത്യക്കൊക്കെ മുമ്പ് അവര് തരാതിരുന്നു കഴിഞ്ഞപ്പം നമ്മുടെ കാർ വ്യവസായം പോലും, ഇലക്ട്രിക്കൽ കാർ വ്യവസായം പോലും ഭയങ്കരമായിട്ട് ഡൗൺ ആയി. അങ്ങനെയാണല്ലോ പ്രധാനമന്ത്രി ഓസ്ട്രേലിയയിലേക്കും ബ്രസീലിലേക്കും അർജന്റീനയിലേക്കൊക്കെ പോയിട്ട് റെയർ മെറ്റൽസ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നീക്കുന്നത്. അപ്പോൾ അവിടുന്ന് കിട്ടിയാലും നമുക്ക് ഇവിടത്തത് നമുക്ക് അനിവാര്യമാണ്. ഇങ്ങനൊരു സാഹചര്യം നമുക്ക് നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ട്രംപിന് മനസ്സിലായി. കാരണം ഇന്ത്യക്ക് കൊടുക്കാമെന്ന് ചൈന പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും ചൈന പറഞ്ഞതാണ് ഇന്ത്യക്ക് നൽകാം, പക്ഷെ ഇത് ഇന്ത്യ ഒരിക്കലും അമേരിക്കയ്ക്ക് മറച്ചു വിൽക്കരുത് എന്നൊരൊറ്റ കണ്ടീഷനാണ്. എന്തായാലും പാകിസ്ഥാൻ അത് കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം അവിടെ അങ്ങനെ പ്രത്യേകിച്ച് വാഹന ഉൽപ്പാദനങ്ങളൊന്നും ഇല്ലാത്തൊരു രാജ്യമാണ്. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ട്രംപ് ഇന്ത്യയെ കൂടെ നിർത്തിക്കൊണ്ട് അടിക്കാൻ പോകുമ്പോൾ ഇന്ത്യ വേണം, ഇല്ലെങ്കിൽ അവരുമായിട്ട് ഏറ്റുമുട്ടാൻ പോകുമ്പോൾ ഇന്ത്യയെ കൂടെ നിർത്തിക്കൊണ്ട് ചൈനയ്ക്ക് പണി കൊടുക്കാം എന്ന് പറഞ്ഞിട്ടൊരു പഴയ ഒരു നയവും കൊണ്ട് ആണ് വരുന്നത്. പക്ഷെ ആ നയത്തിൽ നരേന്ദ്രമോദി എത്രത്തോളം കൂട്ടുനിൽക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം മോദിയെ സംബന്ധിച്ചിടത്തോളം തന്ത്രശാലിയായ ഒരു ഭരണാധികാരിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടണമെങ്കിൽ ഇപ്പോൾ ചൈനയുടെ കൂടെ നിന്നിട്ട് അവരെ പിണക്കാതെ അവരുടെ കയ്യിൽ നിന്നുള്ള റെയർ മെറ്റൽസും കാര്യങ്ങളും വാങ്ങിയെടുക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ വ്യവസായങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുക. അല്ലാതെ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട്, പാകിസ്ഥാൻ അല്ലല്ലോ നമ്മള്, അപ്പൊ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് പുറകെ നടക്കാൻ നമുക്ക് സാമ്പത്തിക നഷ്ടം വരും. ഇല്ലാതൊന്നും അല്ല. ഈ താരിഫൊക്കെ നമുക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്, നഷ്ടം വരും. എന്ന് കരുതി ഇന്ത്യ തകർന്നു പോകില്ല, അല്ലെങ്കിൽ ഇന്ത്യയുടെ GDP തകർന്ന് താഴെ പോകില്ല, ജനമാരും പട്ടിണി കിടക്കില്ല. താരിഫ് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി? ആഗസ്റ്റിലെങ്ങാണ്ടല്ലേ പ്രഖ്യാപിച്ചത്? സെപ്റ്റംബർ, ഒക്ടോബർ, ഇപ്പൊ നവംബർ ആകുന്നു, 3 മാസമായി. ഇന്ത്യയിൽ എവിടെയെങ്കിലും പട്ടിണി മരണം നടന്നതായിട്ട് കേട്ടിട്ടുണ്ടോ ഈ ട്രംപിന്റെ താരിഫ് യുദ്ധം കൊണ്ട്? ഇല്ല. പച്ചവെള്ളം കിട്ടായിരുന്നിട്ടില്ല എല്ലാവർക്കും, അല്ലെങ്കിൽ ഫുഡ് കിട്ടായിരുന്നില്ല, വൈദ്യുതി കിട്ടാ. അമേരിക്ക പൂട്ടുന്ന കഥകളെ കേൾക്കുന്നുള്ളൂ. അവിടുത്തെ തൊഴിലാളികൾക്ക് ജോലി ചെയ്ത് പിരിച്ചു വിടുന്നു, ഇല്ലേ? അങ്ങനെയുള്ളത് H1B വിസയുടെ കാര്യം വലിയ രീതിയിൽ തള്ളിക്കൊണ്ടു വന്നല്ലോ. എന്നിട്ട് എന്താ ഇപ്പൊ പെട്ടി മടക്കി വെച്ചിരിക്കുന്നത്? കാരണം പുള്ളിക്ക് മനസ്സിലായി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവിടുത്തെ കമ്പനി ഉൾപ്പെടെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ, ഇന്ത്യ മാത്രമല്ല മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ പോയെന്നിരിക്കും. കാരണം അവിടെ ഉള്ളത് വെൽ ക്വാളിഫൈഡ് ഉള്ള ആൾക്കാർക്കാണ് H1B വിസ നൽകുന്നത്. അതല്ലാതെ പിന്നെ വെറുതെ ഇന്ത്യക്കാർ പട്ടിണി കിടക്കണ്ടെന്ന് പറഞ്ഞ് ട്രംപ് വിളിച്ചുകൊണ്ട് കഞ്ഞി തരുന്നതല്ലത്. അതിനൊരു സാമാന്യ ലോജിക്കിൽ നമുക്ക് ആലോചിക്കാമല്ലോ. അവർക്കൊക്കെ വലിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇന്നിപ്പോൾ എന്ത് പറ്റി? ഈ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും വലിയ തടയിട്ട് തുടങ്ങിയപ്പോൾ വിദ്യാർത്ഥികൾ മറ്റിടങ്ങളിൽ തപ്പിപ്പോകാൻ തുടങ്ങി. അവരൊക്കെ പോയിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് പോകുന്ന യുവാക്കൾ, ഇല്ലെങ്കിൽ യുവതി യുവാക്കൾ
ഭൂരിപക്ഷം പേരും യൂറോപ്യൻ കൺട്രീസിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ, ഇല്ലെങ്കിൽ അവിടെ സിറ്റിസൺ ആകാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല, താല്പര്യക്കുറവ്. കാരണം ഇന്ത്യയിൽ അതിനുള്ള ഓപ്ഷൻസ് ഒരുപാട് ഇപ്പോഴും ഉണ്ട്. ഒരുപക്ഷെ മലയാളികൾക്ക് അതിനെക്കുറിച്ച് വലിയ ബോധം ഉണ്ടാകില്ല. കാരണം കേരളത്തിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളുണ്ട്. നമുക്കിവിടെ വന്നാലും പോയാലും പറയാൻ ഒരു ടെക്നോ പാർക്ക് ഉണ്ട്, ഒരു ഇൻഫോ പാർക്ക് ഉണ്ട്. അവിടെയൊക്കെ ഒരു നല്ല സാലറി കിട്ടുന്ന കമ്പനി പോലും ഈ രണ്ടിടത്തും ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ കേരളം വിട്ട അനവധി സാലറി കിട്ടുന്ന സ്ഥലമുണ്ട്. ഈ നോയിഡ എന്ന് പറയുന്ന സ്ഥലം UP-യിലാണ്. അവിടെ CIT യൂണിയൻ ഉണ്ട്. ധനുഷിന് അറിയാവും. ഞാൻ 2022 പോകുമ്പോൾ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിച്ചിരുന്നു നോയിഡയിൽ. നമ്മുടെ അത് ശരി. രാജ്നാഥ് സിംഗിന്റെ മകനാണ് അവിടെ സ്ഥിരം ജയിക്കുന്നത് ഈ നോയിഡയിൽ. രാജ്നാഥ് സിംഗിന്റെ മകനുണ്ട്. ഇപ്പൊ അദ്ദേഹം മന്ത്രിയാണ്. അന്ന് മന്ത്രിയല്ലായിരുന്നു ഞാൻ പോകുന്ന സമയത്ത്. 2 വട്ടം MLA ആയിരുന്ന വ്യക്തി. അത് രാജ്നാഥ് സിംഗിന്റെ മണ്ഡലമാണ് അത്. അപ്പോ ഈ ഇവര് ഇലക്ഷൻ വർക്ക്, ഞാനത് വീഡിയോ ചെയ്തിരുന്നു കേട്ടോ, ഞാൻ വാർത്ത ചെയ്തിരുന്നു. അപ്പൊ അവരെനിക്ക് ആ വീഡിയോ ഇട്ട് തന്നിരുന്നു. ഞാൻ ഇവരെ കുറിച്ച് തിരക്കി. അപ്പം CIT-ക്കാരുടെ യൂണിയൻ വരെ നോയിഡയിലുണ്ട്. അവർക്ക് യൂണിയൻ ഉണ്ട്. അതായത് അവിടെ നല്ല ശമ്പളത്തിൽ ഇവർ വർക്ക് ചെയ്യുന്നത്. നല്ല നല്ല ശമ്പളമാണ് അവിടെ. ഈ ഗുജറാത്തിലൊക്കെ കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവരോട് ചോദിക്കണം എത്ര രൂപ കിട്ടുന്നുണ്ടെന്ന് ചോദിക്കണം. അത്യാവശ്യം നല്ല പേയ്മെന്റ്. പണി അറിയാവുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ വെള്ളമായിട്ട് സൈഡിൽ മാറി ഇരുന്നാൽ ആ പൈസ കിട്ടത്തില്ല. പണി അറിയാവുന്നവർക്ക് എവിടെയും പണിയുണ്ടല്ലോ. അപ്പോ നമുക്ക് ഈ വൈറ്റ് കോളർ ജോബ് ആണല്ലോ മലയാളിക്ക് പണിയെടുക്കാൻ കഴിയില്ല. പിന്നെ രാവിലെ തൊട്ട് പിന്നെന്താ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണം, പരദൂഷണം പറയണം എന്നുള്ളതാണ്. അപ്പൊ അതല്ല സാധനം. അപ്പൊ അങ്ങനെയുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്ത് പറ്റും ഇപ്പൊ ലണ്ടൻ UK നമ്മൾ കഴിഞ്ഞ ദിവസം വിശദമായിട്ട് ചർച്ച ചെയ്തതാണ് വിദ്യാർത്ഥികൾ പോകാത്ത കഥയൊക്കെ. ഇനിയിപ്പോ നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഏതായാലും ട്രംപ് അക്ഷരാർത്ഥത്തിൽ പെട്ടു എന്ന് തന്നെ പറയാം. കാരണം കഴിഞ്ഞ ദിവസം ഗസയിൽ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചുകൊണ്ട് സമാധാന ചർച്ചയൊക്കെ വന്നു. നമ്മളത് ചർച്ച ചെയ്യാൻ ഒരു പ്രധാന കാരണം തന്നെ അതിന് നിലനിൽപ്പില്ല എന്നുള്ളത്. ഇന്നലെ എന്തായി സംഭവം? ഇസ്രായേൽ വീണ്ടും ആക്രമണം തുടങ്ങിയില്ല ഗസയിൽ. ഇപ്പൊ നമ്മൾ പുറത്തു വരുന്ന വിവരം, ഈ പറയുന്ന ഡെഡ് ബോഡി ഒന്നും ചിലപ്പോൾ ഒരു പക്ഷെ ഹമാസിന് കൊടുക്കില്ല. കാരണം അവർക്ക് തന്നെ വലിയ തിട്ടമില്ല. ഈ ഹമാസിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹമാസ് ഒരു ഒറ്റ സംഘടന നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒറ്റ സംഘടനയല്ല. ഇതിനകത്ത് പല ഗ്രൂപ്പുകളുണ്ട്. ആരെയാണ് പിടിച്ചോണ്ട് പോയത്, എവിടെയൊക്കെയാണ് കൊന്നിട്ടിരിക്കുന്നത് ഒരു പിടുത്തമില്ല. അതുകൊണ്ടാണ് ഇപ്പൊ അവന്മാർ തപ്പിക്കളിക്കുന്നത്. ഇപ്പൊ ട്രംപ് പറയുന്നത് എന്താണെന്നറിയാം? ഞാൻ അവരെ നിശേഷം ഇല്ലാതാക്കും. ഇത് ഇവരുടെ ഒരു പുകമറ മാത്രമായിരുന്നു. അതായത് ഒരു ഗസയിൽ സമാധാന ഉടമ്പടി ഉണ്ടാക്കുക, എന്നിട്ട് എല്ലാവരെയും ബോധ്യപ്പെടുത്തുക. അതേ കണ്ട, ഞങ്ങൾ മാക്സിമം വിട്ടുവീഴ്ച ചെയ്ത് ഇസ്രായേൽ സേന പിന്മാറി, ഇവിടുത്തെ ഞങ്ങൾ ബന്ദികളെ വിട്ടുതരാൻ പറഞ്ഞു, ഡെഡ് ബോഡികൾ വിട്ടുതരാൻ പറഞ്ഞു, അവർ തന്നില്ല. പിന്നെ അവർ ആയുധവുമായിട്ട് ഇപ്പൊ രംഗത്തെത്തിയിരിക്കുന്നു. അതായത് അവർക്ക് പുറത്തിറങ്ങാനുള്ള എല്ലാവിധ വഴികളും തുറന്നു കൊടുക്കുക, ലോകത്തിന്റെ കണ്ണിൽ പൊടിയിട്ടതിന് ശേഷം വീണ്ടും ആക്രമണം, വീണ്ടും യുദ്ധം തുടങ്ങുക. ഇത് തന്നെയാണ് ട്രംപ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇതിൽ പോകാതിരുന്ന മോദിയല്ലേ ഹീറോ? ബാക്കി അതിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അമേരിക്ക ചുറ്റിപ്പറ്റി നിന്ന് കഞ്ഞി കുടിക്കുന്ന രാജ്യങ്ങളും, ഇല്ലെങ്കിൽ അമേരിക്കയുടെ സഹചാരികളായ അറബ് രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും അല്ലാതെ വേറെ ആരെങ്കിലും അതിൽ വന്നിരുന്നു? എർദോഗൻ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ ഒരു പ്രകൃതി മാത്രമേ പങ്കെടുത്തുള്ളൂ. മോദി തന്നെയാണ് ഹീറോ. അല്ല ട്രംപ് കാണിച്ച് ഗിമ്മിക്കല്ല. ഇപ്പൊ പൊളിഞ്ഞില്ലേ? ഗസയിൽ പൊളിഞ്ഞു. ഇനി ഉക്രൈൻ വാർ ഇപ്പൊ നിർത്തുമെന്ന് പറഞ്ഞു. ഉക്രൈനിലേക്ക് നാളെ ഈ 2 ദിവസത്തിനുള്ളിലുണ്ട്. സെലൻസ്കി വൈറ്റ് ഹൗസിലേക്ക് വരുന്നുണ്ട്. സെലൻസ്കിയായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം മിസൈൽ വിട്ടുകൊടുക്കണം. മിസൈൽ എങ്ങാനും കൊടുത്തു കഴിഞ്ഞാൽ തലമണ്ടക്കെട്ട് അടിക്കുമെന്നാണ് പുടിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പഴയ കല്യാണം തകർത്ത് കളയാന്നാണ്. അപ്പം എവിടെയാണ് ചെയ്തിരിക്കുന്നത്? ഇപ്പോഴത്തെ അഫ്ഗാനിസ്ഥാനിൽ പുതിയൊരു സംഭവം വന്നിരിക്കുന്നു. അപ്പം എന്താണ് മൊത്തത്തിൽ കാലിടറിയിരിക്കുന്നത്? ഒന്ന്, ഇദ്ദേഹം ചെയ്തിരിക്കുന്ന സാമ്പത്തിക പരിഷ്കാരം കൊണ്ട് അമേരിക്ക എങ്ങും എത്തിയില്ല. അതൊരു വിഷയം. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂടെ നിൽക്കുന്നവരെല്ലാം വെറുപ്പിച്ചു. പിണക്കുകയല്ല ചെയ്ത, വെറുപ്പിച്ചു. പിണക്കുകയും വെറുപ്പിക്കും രണ്ടാണല്ലോ. പിണക്കം സ്വാഭാവികമായും വരുന്നത് വെറുപ്പീരെന്ന് പറഞ്ഞ ആജീവനാന്ത കാലത്തേക്ക് ഉള്ള വെറുപ്പേര. ഓരോ ഇന്ത്യക്കാരുടെ മനസ്സിൽ ട്രംപിന് ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഈ പിന്നെ സംഘികൾ എന്ന് ഞാൻ പറയുന്നത് ആ ഒരു ടീമുകൾ, അങ്ങനെ വിചാരിക്കുന്നവർ, വഴിയാർദസ് എന്ന് ഞാൻ പറയും. അതുപോലെ തന്നെ അങ്ങനെയുള്ളവരൊക്കെ ട്രംപിന് വേണ്ടി ഓൺലൈനിൽ അക്കൗണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ ട്രംപിന് വേണ്ടി പൂജ നടത്തിയിട്ടുണ്ട് അധികാരത്തിൽ വരാൻ. ട്രംപ് എന്ന് പറഞ്ഞ് നടന്നാ ഇന്ന് അവന്റെ അടുത്തൊക്കെ ട്രംപിനെ കുറിച്ച് ചോദിക്കുകയെങ്കിൽ വായി വരുന്ന വേറെ വല്ലതും ആയിരിക്കും. കാരണം ഒരു ജനതയുടെ മനസ്സിൽ നിന്ന് തന്നെ മാഞ്ഞു പോയ ഒരു സാധനത്തെ ഒരു സർക്കാരും തിരിച്ചുകൊണ്ടുവരാൻ ആഗ്രഹിക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോഴെന്താണ് ഇപ്പൊ ട്രംപ് ഉദ്ദേശിക്കുന്നത്? 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ചൈനയെ വെട്ടുക. 2, ഇന്ത്യയെ എങ്ങനെയും നമ്പി പിടിച്ചിട്ട് കെട്ടിക്കിടക്കുന്ന സോയാബീനോ ചോളവോ എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുക. വായിക്കാനുള്ള സാധ്യതയുണ്ടോ? കാരണം ഞാൻ ഇടയ്ക്കൊരു റിപ്പോർട്ട് വായിച്ചത് അർജന്റീന ഇടയ്ക്ക് സോയാബീന് ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഡിസ്കൗണ്ട് ഇട്ട ആ സമയത്ത് ഇന്ത്യ 6-7 വർഷത്തേക്കുള്ള സോയാബീനിന്റെ കരാർ ഒറ്റയടിക്ക് ചാടി പിടിച്ചു. അതായത് നമ്മളെ നീക്കം വളരെ ക്ലിയർ ആണ്. നമ്മൾ എല്ലാ സ്ഥലത്തും, അതിപ്പോൾ റഷ്യ ആയിരുന്നാലും അമേരിക്ക ആയിരുന്നാലും ആരായിരുന്നാലും, ഇപ്പോൾ എവിടെ ഡിസ്കൗണ്ട് ഉണ്ടോ വിത്ത് ക്വാളിറ്റി എങ്കിൽ മാത്രമേ നമ്മൾ ചാടി പിടിക്കത്തുള്ളൂ. അല്ലാതെ ഡിസ്കൗണ്ട് ഉണ്ട് ചവറ സാധനം നമ്മൾ പിടിക്കത്തില്ല. ആ ഒരു കാര്യത്തിൽ നമ്മുടെ രാജ്യം ഇപ്പോൾ വളരെയധികം പുരോഗമിച്ചിരിക്കുന്നു. മാനുഫാക്ചറർ ഹബ്ബായി നമ്മുടെ രാജ്യം മാറി. ലോകത്തിലെ 6 രാജ്യങ്ങളിൽ ഒരു രാജ്യം ഇപ്പോൾ നമ്മുടെ രാജ്യമാണ് ഏറ്റവും വലിയ എന്ന് പറഞ്ഞ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതേ ഉള്ളൂ. അപ്പോൾ വലിയ രീതിയിൽ രാജ്യം വളർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ ദീപാവലി വരുന്നു. ദീപാവലി വരുമ്പോഴും ഇപ്പോഴും
ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ആ ഒരു ഷോപ്പിംഗ് സൈറ്റുകളിലെല്ലാം ഇപ്പോഴും എന്താണ് ഈ ഡിസ്കൗണ്ടുകളുടെ മേളയാണ്. ഇപ്പോഴും അത് തീർന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ പല സ്ഥലങ്ങളിൽ നമ്മുടെ രാജ്യം മുന്നേറുന്നുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ഇപ്പോഴും ട്രംപ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെ ഈ ഒരു സഖ്യകക്ഷി ആക്കാനായിട്ട് ഈ കൂട്ട് പിടിക്കുമ്പോൾ ഞാൻ അതാണ് ആദ്യം ബിജുചേട്ടനോട് ചോദിച്ചത്. നരേന്ദ്രമോദി ഇതുവരെ ട്രംപിനെ കാണാൻ കൂട്ടാക്കിയിട്ടില്ല. ഇനി കാണുമോ? ഈ നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ ഇനി കാണുമോ? ഞാൻ ട്രംപിന്റെ ആംഗിളിൽ നിന്ന് ചോദിക്കുന്നില്ല. മോദി ട്രംപിനെ കാണണമെങ്കിൽ ഇനി ട്രംപ് ഏത് ലെവലിലോട്ട് എത്തണം എന്നുള്ളൊരു ചോദ്യം എനിക്കുണ്ട്. ട്രംപ് ഏത് ലെവലിൽ താഴണം ഇനി മോദി ട്രംപിനെ ഒന്ന് കാണണം? അല്ല, ഇപ്പൊ ചെയ്യാൻ പോകുന്നൊരു കാര്യം ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, നവംബറിന് മുമ്പ് വ്യാപാര കരാർ ആയില്ലെങ്കിൽ ആകത്തില്ല എന്ന്. ഇപ്പൊ ചെയ്യാൻ പോകുന്നൊരു കാര്യം, ഈ നമ്മുടെ രാജ്യം, നമ്മുടെ എന്നല്ല, എല്ലാ ലോകരാജ്യങ്ങളും ലോക വ്യാപാര കരാറിന്റെ ഭാഗമായി നിലനിൽക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായി എല്ലാവർക്കും എല്ലാം ഇച്ചിരി എടുത്തേ പറ്റൂ. അതായത് ഇപ്പൊ നമ്മുടെ കാർഷിക വിപണി നമ്മൾ തുറന്നു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ 5%ഓ 10% അങ്ങാണ്ട് മറ്റുള്ള രാജ്യങ്ങൾക്കായി തുറന്നു കൊടുക്കണം. അവരും തുറന്നു തരണം. ഇപ്പൊ ഞാൻ ഇപ്പൊ ധനുഷിന്റെ എനിക്ക് ഉത്പാദിപ്പിക്കുന്നത് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അത് ഞാൻ ചെറിയ വിപണി ഇവിടെ തരണം. പകരം എന്റെതിനും ചിലപ്പോൾ നിങ്ങളുടെ ധനുഷിന്റെ ആ രാജ്യത്ത് ചിലപ്പോൾ ഒരുപാട് പ്രൊഡക്ഷനുള്ള സാധനം ഞാനും ഉണ്ടാക്കുന്നുണ്ട്, അതും എടുക്കും. അത് വ്യാപാര കരാറിന്റെ ഭാഗമായിട്ട് അതിനകത്ത് ചില ഇളവുകൾ കൊടുക്കാമെന്ന് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് അരി എടുക്കുന്നത്, ഞാനൊരു ഉദാഹരണം മാത്രമാണ് പറഞ്ഞത്. ഇന്ത്യ അരി എടുക്കുന്നു. ഇന്ത്യയുടെ അരി വിപണി ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കുമായി 10% തുറന്നു കൊടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പോ ഓരോരുത്തരും ഇറക്കുമതി ചെയ്യുമ്പോൾ അതിന് നമ്മളൊരു താരിഫ് ഇട്ടിട്ടുണ്ട്, ഇത്ര ശതമാനം വെച്ച്. ഒരു പക്ഷേ അമേരിക്കയ്ക്കുള്ള താരിഫ് വളരെ കുറച്ച് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഒരു മാനം രക്ഷിക്കാൻ പറ്റും. അതായത് നമ്മൾ തുറന്നു കൊടുത്തിരിക്കുന്ന ഈ 10% നിന്നാണ് അവർക്കുമുള്ള. ഇപ്പൊ നമ്മൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നില്ല. എന്തുകൊണ്ടാണ് വാങ്ങുന്നത്? ആഗോള വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ എല്ലായിടത്തുനിന്നും എല്ലാം വാങ്ങണം. നമ്മുടേതും എല്ലായിടത്തും എല്ലാവരും ചെയ്യണം. ആ വ്യാപാര കരാർ വന്നു കഴിഞ്ഞാല് താരിഫ് പിൻവലിക്കുമോ ബിജുചേട്ടാ അമേരിക്ക? ഇന്ത്യക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന താരിഫ് പിൻവലിച്ചേ പറ്റൂ. ഇനിയിപ്പോ താരിഫ് പിൻവലിച്ചു കഴിഞ്ഞാലും അമേരിക്കയോട് ഇന്ത്യയോടുള്ള സമീപനം എങ്ങനെയായിരിക്കും? കാരണം താരിഫ് പിൻവലിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇന്ത്യ അമേരിക്കയിലേക്ക് ആ പഴയ ഒരു സമീപനം ഉണ്ടാകും. കാരണം ഇപ്പൊ നമ്മൾ അമേരിക്കയെ നമ്പി ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ 1964 ജയ് ജവാൻ ജയ് കിസാൻ തുടങ്ങിയല്ലേ നമ്മൾ സ്വയം പര്യാപ്തത എത്തിയത് ഭക്ഷണ കാര്യത്തിൽ. അപ്പൊ ഇനി അമേരിക്കയെ, ഞാൻ ആ സമയത്ത് വിഷയത്തോട് ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, നമ്മളെ യാത്രയൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചൊരു കാര്യമുണ്ട്, എന്തുകൊണ്ട് നമ്മൾ ഈ അമേരിക്കയിലേക്ക് മാത്രം നമ്മുടെ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നു? അതുകൊണ്ടാണല്ലോ അവന് നമുക്ക് താരിഫ് അടിച്ചു തന്നിട്ട് നമ്മളെ ഇങ്ങനെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയുന്നത്. ഇപ്പൊ നമ്മൾ വിപുലീകരിച്ചു കഴിഞ്ഞല്ലോ അത്. ആ വിപുലീകരണം പിന്നെയും ഈ താരിഫ് പിൻവലിച്ചു കഴിയുമ്പോൾ അമേരിക്കയിലേക്ക് ചുരുങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഇല്ല, അങ്ങനെ വരില്ല. കാരണം അതിനകത്ത് സംഭവം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് നമ്മുടെ ജെറ്റ് എഞ്ചിനുകൾ അടക്കം, ഇപ്പൊ നമ്മളിപ്പോൾ ഈ പച്ചക്കറിയും മറ്റേ കാര്യം മാത്രമല്ല, ജെറ്റ് എഞ്ചിനുകൾ അടക്കമുള്ള കാര്യങ്ങൾ, സെമി കണ്ടക്ടർ ചിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് US തന്നെയാണ് നമ്മൾ ഇപ്പോഴും എടുക്കുന്നത്. ഇപ്പൊ ഞാനിപ്പോ ഏറ്റവും അവസാനം പറഞ്ഞത് ഒരു കാര്യം, ഈ വ്യാപാര കരാറില് ഈ കൂടുതൽ ആയുധം വെപ്പൺസ് കുറച്ചുകൂടെ ഈ പ്രതിരോധ ആവശ്യങ്ങൾക്കുള്ള കൂടുതൽ സാധനങ്ങൾ എടുക്കാം എന്നൊരു നിലയിലേക്ക് ഇന്ത്യ എത്തിയിട്ടുണ്ട്. അത് മുമ്പും അമേരിക്കയുടെ പക്കൽ നിന്ന് നമ്മൾ വാങ്ങിയത്. കാരണം ഒരു രാജ്യത്തിന്റെ മാത്രമായിട്ട് ആയുധങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമാകില്ല. കാരണം വിവിധ രാജ്യങ്ങളുടെ നിന്ന് നല്ല സാധനങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ ജെറ്റ് എഞ്ചിനുകളും മറ്റുമൊക്കെ ഇന്ത്യക്ക് ഇനിയും കിട്ടാനുമുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പൊ ഈ അവസരത്തിൽ ഇതിനിപ്പോ ചെയ്യാൻ പോകുന്ന പണി, ഒരു പക്ഷെ നമ്മൾ ഇതിനൊക്കെ കൂടുതൽ വെപ്പൺസ് വാങ്ങുകയോ ഇല്ലെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നമ്മൾ വാങ്ങുന്നതിന്റെ ഒരു അളവ് അല്പം കൂട്ടുകയോ ചെയ്യും. പകരം കാർഷിക മേഖലയിൽ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും, ഇത് മുമ്പ് ഇന്ത്യ പറഞ്ഞിരുന്ന കാര്യമാണ്, എല്ലാവർക്കും തുറന്നു കൊടുത്ത വിപണിയിൽ നിങ്ങൾക്ക് ചില ഇളവുകൾ തരും. ഇളവുകൾ എന്ന് വെച്ചാൽ ഇപ്പൊ ധനുഷ് ഇറക്കുമതി ചെയ്യുന്ന സാധനത്തിന് ഞാൻ 5% താരിഫാണ്. ചിലപ്പോൾ അമേരിക്ക ഇറക്കുമതി ചെയ്യുന്ന സാധനത്തിന് ചിലപ്പോൾ നമ്മൾ 2% മേടിക്കും. അതാണ് ഇളവെന്ന് നമ്മൾ പറയുന്നത്. മാർക്കറ്റ് അതേ ഉള്ളൂ, 10% മാർക്കറ്റേ ഉള്ളൂ. അത് ധനുഷിനായാലും അമേരിക്കയ്ക്കായാലും ഒറ്റ മാർക്കറ്റേ ഉള്ളൂ. പക്ഷെ ആ മാർക്കറ്റിൽ രണ്ടുപേരുടെ താരിഫിലൊക്കെ ചിലപ്പോൾ ഇപ്പൊ ട്രംപിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് വലിയൊരു പിടിവള്ളിയാണ്, വലിയ വാർത്തയാണ്, ബിഗ് ബ്രേക്കിംഗ് ആണ്. വേണമെങ്കിൽ ട്രംപിന്റെ ആരാധകർക്ക് വേണമെങ്കിൽ ഒരു വാർത്ത അടിക്കാം, മോദി മുട്ടുകുത്തി ട്രംപിന്റെ മുമ്പിൽ കമന്നു വീണു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ഈ വാർത്ത കേൾക്കുന്ന പ്രേക്ഷകർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരാണ് ഇപ്പോൾ പെട്ടതും മോദിയുടെ അടുത്ത് ഇങ്ങനെ മുട്ടുകുത്താൻ സാധ്യതയുള്ളതും എന്ന്.